ഗർഭിണിയായ യുവതിയെ സിഐ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നാം എല്ലാം കണ്ടതാണ്. ഇപ്പോഴിതാ ആ സിഐക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുകയാണ്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ 2024 ജൂൺ 20 നടന്ന ക്രൂരമർദ്ദന സംഭവത്തിൽ ഗർഭിണിയായ യുവതിയെ മുഖത്തടിച്ച സിഐ പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്തു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പുറത്തുവന്ന CCTV ദൃശ്യങ്ങളാണ് സംഭവം വ്യക്തമാക്കിയത്. തൊടുപുഴ സ്വദേശിനിയായിരുന്ന ഷൈമോൾ ഭർത്താവിനെ അന്വേഷിച്ച് 2 കൈക്കുഞ്ഞുങ്ങളുമായി സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ അന്ന് SHO ആയിരുന്ന പ്രതാപചന്ദ്രൻ യുവതിയെ നെഞ്ചിൽ പിടിച്ച് തള്ളുകയും മുഖത്ത് അടിക്കുകയും ചെയ്തതായി ദൃശ്യങ്ങളിൽ തെളിഞ്ഞിരുന്നു. സഹപ്രവർത്തകർ അന്ന് ഇടപെട്ടാണ് കൂടുതൽ മർദ്ദനം തടഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം DGP അടിയന്തര നടപടി സ്വീകരിക്കുകയും ചെയ്തു. ADGP നിർദ്ദേശിച്ച പ്രകാരം ദക്ഷിണ മേഖല IG ശ്യാം സുന്ദർ ഉത്തരവിട്ടിട്ടാണ് പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്തത്. നിലവിൽ ഇയാൾ അരൂർ പോലീസ് സ്റ്റേഷനിലെ SHO ആയാണ് സേവനം അനുഷ്ഠിച്ചിരുന്നത്. യുവതിയുടെ ഭർത്താവായ ബെഞ്ചോ കൊച്ചിയിൽ റിസോർട്ട് നടത്തുന്നയാളാണ്. ഈ റിസോർട്ടിന് സമീപത്ത് വെച്ച് പോലീസുകാർ 2 പേരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ മൊബൈൽ പകർത്തിയതിനാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. തുടർന്ന് വിവരമന്വേഷിച്ചെത്തിയ ഷൈമോൾ പോലീസിന്റെ ക്രൂരതയ്ക്ക് ഇരയാവുകയായിരുന്നു. സംഭവം മറച്ചുവെക്കുവാൻ ശ്രമിച്ചുവെങ്കിലും 1 വർഷത്തിലധികം നീണ്ട പോരാട്ടത്തിനൊടുവിൽ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. മനുഷ്യാവകാശ കമ്മീഷനിലും DGPയിലും പരാതി നൽകിയ ശേഷമാണ് യുവതിക്ക് നീതി ലഭിച്ചിരിക്കുന്നത്. 1 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നീതി ലഭിച്ചതിൽ സന്തോഷമുണ്ട്. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കുവാനായി എന്നും യുവതി പറയുന്നു. ഇത് മുന്നോട്ടുള്ള പോരാട്ടത്തിന് ഊർജം പകരുകയും ചെയ്യും എന്നുമാണ് ഷൈമോൾ പ്രതികരിക്കുന്നത്. പ്രതാപചന്ദ്രനെതിരെ മുമ്പും മർദ്ദന പരാതികൾ ഉയർന്നിരുന്നു. പോലീസുകാർക്കിടയിൽ മിന്നൽ പ്രതാപൻ എന്നറിയപ്പെട്ടിരുന്ന ഇയാൾക്കെതിരെ നടപടി വൈകിയെന്ന വിമർശനവും ഇപ്പോൾ ശക്തമാവുകയാണ്.